ഇന്ദ്രേട്ടാ, ഞാനത് വിശ്വസിച്ചോളാം. ഇനി മനസ്സിന്റെ അടിത്തട്ടില് മായാതെ കിടക്കുന്ന അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞാലും ഇന്ദ്രേട്ടനെ അതിന്റെ പേരിൽ ഞാൻ കുറ്റപ്പെടുത്തോ വെറുക്കോ ചെയ്യില്ല. കാരണം അതിനേക്കാളൊക്കെ വലിയൊരു ചോദ്യത്തിന് ഉത്തരം എനിക്കിന്ന് കിട്ടി. ഇന്ദ്രേട്ടൻ എന്തിനാണ് ഹർഷയായിട്ടെന്ന് അമ്പലത്തിൽ വെച്ച് സംസാരിച്ചെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. അല്ല, അത് നീ എങ്ങനെ? അന്ന് നിങ്ങൾ അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്നത് അമ്പിളി ചേച്ചി കണ്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പഞ്ചരത്നത്തിലായിരുന്നു ഞാൻ ഇന്ദ്രേട്ടന്റെ കോൾ എടുക്കാതായത്. നീ പിന്നെ എന്താണോ എന്നോട് ഇതുവരെ ചോദിക്കാറുള്ളത്? അമ്പിളി ചേച്ചി എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കൂടി അറിഞ്ഞതിന് ശേഷം ചോദിക്കുന്നതാ ശരിയെന്ന് തോന്നി. ശരിക്കും പറഞ്ഞ ഞാനും നീയും വീണ്ടും തമ്മിൽ അടിച്ചു പിരിയുന്ന പ്രതീക്ഷയല്ല ഹർഷത് പറഞ്ഞതും. അമ്പലത്തിൽ വെച്ച് ഞാനുമായിട്ട് കണ്ടുമുട്ടിയ വീഡിയോ അവൾ കാണിച്ചത്. ഞാനും വിചാരിച്ചു അനു എന്നെ തെറ്റിദ്ധരിക്കുന്നു. എന്നെ കുരുക്കാൻ അവൾ വീഡിയോ വരെ എടുത്തു വെച്ചിരിക്കല്ലായിരുന്നോ? അതുകൂടി കണ്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യായി അവൾ ഇന്ദ്രേട്ടനെ ട്രാപ്പ് ചെയ്യായിരുന്നു എന്ന്. അതും ഒരു സഹായം ആവശ്യപ്പെട്ട് വന്ന ആളെയാണ് കോലിക്ക് ആളെ വെച്ച് വീഡിയോ എടുത്ത് ചതിക്കാൻ നോക്കിയത്. ഇന്ദ്രേട്ടാ, ഇനിയെങ്കിലും അവൾ ആരാണെന്ന് ഇന്ദ്രേട്ടനൊന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വന്തം ശ്വാസം നിലച്ചു പോകുന്നു തോന്നിയാലും അമ്മയ്ക്ക് വേണ്ടി ഇന്ദ്രേട്ടൻ ഹർഷയുടെ സഹായം സ്വീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പനു, നമ്മുടെ വിച്ചുമ സത്യം. ഹർഷി നിന്റെ ശത്രുവാ. അവളുമായിട്ട് ഒരു ബന്ധവും ഇനി ഇന്ദ്രനുണ്ടാവില്ല.